ഞാൻ 2 മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ അറബിയിൽ പഠിക്കും, മറ്റേടത്ത് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന ഒരു രീതി. കാര്യങ്ങൾ ഏത് സാധനം കാണുമ്പോഴും അത് മതത്തിൻ്റെ കണ്ണിൽ കൂടെ കാണണം എന്നുള്ളതൊരു, നിങ്ങൾ എന്തെങ്കിലും അങ്ങ് ചെയ്താൽ പോരാ, അത് മതം പറഞ്ഞ പോലെ ചെയ്യണം. അപ്പൊ എപ്പോഴാണ് ഒരു എന്താ പറയുക വിപ്ലവകാരി പുറത്തേക്ക് വന്നത്? ആദ്യത്തെ ഹോമിയോ വിരുദ്ധ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എല്ലാ മതം തെറ്റാണെങ്കിലും ഇസ്ലാം ശരിയാണെന്നാണ് ചെറുപ്പകാലം പോലെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ താൻ തോന്നി അല്ലെങ്കിൽ വിപ്ലവകാരി എന്നൊക്കെ വേണമെങ്കിൽ ആളുകളൊക്കെ വിളിക്കും. പിന്നെ അഹങ്കാരി, ആകെ ഒരു മതമേ ഉള്ളൂ, ആകെ ഒരു ദൈവമേ ഉള്ളൂ, ബാക്കിയൊക്കെ തെറ്റാണ്, ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കണോടത്തുനിന്ന് നമ്മൾ അതിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മതവിമർശകരായിട്ടുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കും, ഞാനും കൊടുക്കും. ഗ്രൂപ്പ്, അതായത് മതവിമർശകർക്ക് മറുപടി കൊടുക്കും മതത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ആ ഭംഗി കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ അത് വളരെ റിഗ്രസീവ് ആക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലെ ഭംഗി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ മതം പൊതുവേ നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് ക്ലിങ് ചെയ്യാനുള്ള, സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള, പഠിച്ചവനെ വിളിക്കുക, അല്ലെങ്കിൽ അതാണ് നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. 100 ഉസ്താദന്മാർ പറയുന്ന സാധനം എടുത്താൽ 99% ആളുകളും പറയണത് തന്നെ ഇതുപോലുള്ള അബദ്ധങ്ങൾ, അശാസ്ത്രീയമായ കാര്യങ്ങൾ. ഇതാണ് എല്ലാ മതത്തിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കഥകളാണ്. കഥയില്ലാത്ത ഏതെങ്കിലും ഒരു മതം ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഒരു ശരികേട് തോന്നിയെന്ന് ഞാൻ ചോദിക്കും. ക്രിസ്ത്യാനിക്കും സ്വർഗമുണ്ട്, മുസ്ലിമിനും സ്വർഗമുണ്ട്. മുസ്ലിമിൻ്റെ കണ്ണിൽ അയാൾ ഇസ്ലാമാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലും, വിശ്വസിക്കാത്ത ആൾ നരകത്തിലുമാണ്. ഇപ്പം എന്തായി, ഈ മുസ്ലിം ഒരേ സമയം സ്വർഗത്തിലും നരകത്തിലും കിടക്കാനുള്ള സാധ്യത. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് ഈ ഫ്ലൈറ്റ് പോയി ക്രാഷ് ചെയ്ത് വീണത് എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉന്നക്കായ ഉണ്ടായിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾ പോലും. നിങ്ങളൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടാക്കാൻ പറ്റുന്നതോടെ തന്നെ ദൈവം മരിക്കുകയാണ്. അപ്പോൾ അതായത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളൊരു ഒരു ഷോൾഡറാണ് ദൈവം. ഇതാണ് പറയുന്നത്. വിഷമം ഉണ്ടാവാതെ നോക്കിയാൽ പോരെ. ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് യു ഇൻ യു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മതം വിട്ട് മനുഷ്യനായ ഒരാളാണ്. എക്സ് ഹോമിയോപ്പത്താണ്, എക്സ് കമ്മ്യൂണിസ്റ്റാണ്, എക്സ് വോക്കുമാണ്. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ മനുഷ്യത്തിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എൻ്റെ കൂടെയുള്ളത് ഹാരിഫ് ഹുസൈനാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരു തവണ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്, നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു തവണ ശബ്ദം നമ്മളിപ്പോൾ ഫുൾ സ്ട്രെങ്ത്തും എടുത്തിട്ട് അതങ്ങ് ചെയ്യും. അത് കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും വേണ്ട എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും ലൈക്ക് യു വേക്കപ്പ് ആൻഡ് യു ഫൈറ്റ് എന്ന് എനിക്ക് തോന്നും. അതെവിടെ നിന്നാണ് അത്രയും സ്ട്രെങ്ത്ത് വരുന്നത്? ഇത് ഫൈറ്റ് അല്ല ഒന്നാമത്തെ കാര്യം. അതാണ് അതിൽ ഒന്നാമത്തെ ഒരു സംഗതിയായിട്ട് പറയാം. ഈ ഒരു മടുപ്പ്, അതായത് ഇങ്ങനെ ഉണ്ടാവാം, പറഞ്ഞത് കറക്റ്റാണ്. അപ്പം പണ്ട് ഈ ഹോമിയോപ്പതിനെയാണ് ആദ്യം വിമർശിച്ച് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു മെൻറ്റർ എന്നൊക്കെയുള്ള രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. രവീന്ദ്രനെ അറിയുമായിരിക്കും, RC രവീന്ദ്രൻ. യെസ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ അന്നൊക്കെ, അപ്പോൾ നമ്മൾ ഈ സംഗതി തുടങ്ങി, അപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യമാണ് അന്ന് ഞാൻ പറഞ്ഞത്. അധ്യാപകൻ എന്നും പഠിപ്പിക്കുന്ന ഒരേ സാധനമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ ഒരേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഒരു സബ്ജക്റ്റിൻ്റെ. പക്ഷെ നിങ്ങൾ മുന്നിലുള്ള ആളുകൾ മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളിതിൽ മടുത്ത്, ഞാൻ 2 വർഷം ഞാൻ പഠിപ്പിച്ച് ഇനി മടുത്തു, ഇനി ഞാൻ പഠിപ്പിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം നിങ്ങൾ മുന്നിൽ വരുന്ന ആളുകൾ പുതിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു വളരെ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ അവിടെ അതുവരെ നമ്മൾ ഫൈറ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. യെസ്, ഇപ്പോൾ എഡ്യൂക്കേറ്റീവാണ്, എഡ്യൂക്കേഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളും പഠിക്കുകയാണ്. അത് നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ അത് ആളുകൾക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും മടുക്കില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് റിലീജിയസ് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ. എനിക്ക് തോന്നുന്നു വേറൊരു റിലീജിയൻ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന കൂടെ തന്നെ നമ്മളെ മദ്രസയിലും ചേർക്കും. അപ്പം തൊട്ടേ നമ്മൾ ആ ഒരു വിഷനാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അവർ ആ പറയുന്ന കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ കേൾക്കുന്നത് കൊണ്ട് പല ആൾക്കാരും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കില്ല. ചില ആൾക്കാർ ചിന്തിക്കും, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ കൺസർവേറ്റീവായ രീതിയിലാണ് വളർന്നിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ നന്നായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പഠിക്കാൻ, അതായത് വീട്ടിലൊരു ഗുഡ് ബോയ് ആയിരുന്നിരിക്കണം, ദാറ്റ് യുനോ ഒരു മെഡിക്കൽ പ്രൊഫഷനൊക്കെ എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യം നല്ല കുട്ടിയായിരുന്നിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു ഒരു എന്താ പറയുക വിപ്ലവകാരി പുറത്തേക്ക് വന്നത്? അപ്പോൾ നമ്മളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് മലബാർ ആ റീജിയനിൽ എക്സ്പോസ്ഡ് ആണ് അതിൻ്റെ രീതികളും എല്ലാ സംഗതികളും. അപ്പോൾ മലബാറിൽ ഈ മതവിദ്യാഭ്യാസം കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും നമ്മളെ അവിടെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ 2 മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സുന്നി മദ്രസ, അത് ശനി ഞായർ, പിന്നെ സ്കൂളിൽ അതിനോട് ചേർന്നുകൊണ്ട് ഈ അവിടെ ഒരു മദ്രസ. അപ്പോൾ അങ്ങനെ 2. അപ്പോൾ ഒരെണ്ണത്തിൽ അറബിയിൽ പഠിക്കും, മറ്റടുത്ത് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന ഒരു രീതി. അപ്പോൾ ഖുർആൻ്റെ അർത്ഥമൊക്കെ പുറത്ത് ഇല്ല സുന്നി മദ്രസയിൽ, അതൊക്കെ അവിടെയാണ് പഠിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഏത് സാധനം കാണുമ്പോഴും അത് മതത്തിൻ്റെ കണ്ണിൽ കൂടെ കാണണം എന്നുള്ളതൊരു രീതിയാണ്. അപ്പോൾ ഇതിലൊരു വിപ്ലവമല്ല സത്യത്തിൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇതേ സാധനം തന്നെയാണ്, ഈ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടല്ലോ. അത് പണ്ട് നമ്മൾ ഈ മതത്തിൻ്റെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കി, അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ഇത് എല്ലാ കാര്യത്തിലും അപ്ലൈ ചെയ്യുമ്പോൾ അത് മതത്തിലെ കാര്യങ്ങളും ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിലും പിന്നെ നമ്മളെ പേഴ്സണൽ ലൈഫിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് എടുക്കും, ഈ പെർഫെക്ഷനിസം. അപ്പോൾ അതിന് പ്രശ്നമായിട്ട് നിന്നത് സത്യത്തിൽ മതത്തിലെ കാര്യമാണ് നമ്മൾ തിരിച്ചറിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടി വരുന്നത്. സോ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തത് ഒരേ സാധനം തന്നെയാണ്. അത് കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഏറ്റവും ഭംഗിയിൽ ചെയ്യുക എന്നുള്ളൊരു രീതി. അങ്ങനെ ഒരു OCD അല്ല പറയുന്നത്, എന്നാലും ഒരു മിനിമം ഒരു ഭംഗി വേണമല്ലോ, ഒരു വൃത്തി വേണമല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ. അതൊരു സാധനം അങ്ങനെ വന്നതാണ്. അതുകൊണ്ടാണ് ഇത് പുറത്ത് കിടക്കുന്നത്. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നമ്മൾ താൻ തോന്നി അല്ലെങ്കിൽ വിപ്ലവകാരി എന്നൊക്കെ വേണമെങ്കിൽ ആളുകളൊക്കെ വിളിക്കും. പിന്നെ അഹങ്കാരി, വന്ന വഴി മറന്നവൻ, ഇങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ അതല്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ആ ഭംഗി കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ അത് വളരെ റിഗ്രസീവ് ആക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലെ ഭംഗി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം. അത് നമ്മൾ ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷെ ആ റിഗ്രസീവ് ആണെന്ന് മനസ്സിലാക്കാനുള്ളൊരു വിഷൻ ഇല്ലേ, അതിന് ശരിക്കും ആദ്യം തന്നെ കട്ട് ഓഫ് ചെയ്യുമല്ലോ റിലീജിയസ് സ്റ്റഡീസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഒരു ശരിയേട് തോന്നിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ഇത് പറയുന്നത് ശരിയല്ല, അത് ഒരുപാട് പഠിച്ചതുകൊണ്ട് നിങ്ങൾ ആധികാരികമായി അതിനെക്കുറിച്ച് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ റിയാലിറ്റി ഇതാണ്, ഇപ്പം നമ്മളിപ്പം ശിരോവസ്ത്രം ധരിക്കുന്നതിൻ്റെ റിയാലിറ്റി ഇതാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൻ്റെ റിയാലിറ്റി, അതിൻ്റെ റിയൽ റൂട്ട് ഇതാണ് എന്ന് പറയുന്നത് അത് അതിലുള്ള നോളജും കൊണ്ട് കൂടിയാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് പ്രശ്നമുണ്ടല്ലോ, ഇത് ഞാൻ മാറ്റി ചിന്തിക്കണമല്ലോ, ഇത് ഞാൻ പഠിക്കണമല്ലോ എന്ന് തോന്നിയത്? നമ്മളിപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് മുഴുവനൊന്നും പഠിക്കുന്നില്ല. ഞാനിപ്പോഴും തമാശക്ക് പറയുന്നത് നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്നത് ബാഹുബലി 1 മാത്രമാണ്. ഓക്കെ, ഈ ബാഹുബലി 2 നമ്മൾ പുറത്തിറങ്ങി നമ്മളുടെ ഇൻട്രസ്റ്റിൽ പഠിക്കുമ്പോഴേ അത് വരുന്നുള്ളൂ. അതുവരെയും ബാഹുബലി 1 ആണ് നമ്മൾ ആകെ കണ്ടിട്ടുള്ളത്, അതാണ് ശരി. 2 ഉള്ളത് പോലും അറിയില്ല, ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ അത് കാണുള്ളൂ. അവിടെയാണ് ഈ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. പക്ഷേ ഈ എങ്ങനെ നമ്മൾ ആ ഒരു സാധനം വന്നു എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ കാലഘട്ടത്തിൻ്റെയും കൂടിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ വീട്ടിലൊരു അന്തരീക്ഷം. ഇപ്പോൾ ഫാദർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടിയും അങ്ങനെയൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. ബേസിക്കലി കുറച്ചൊക്കെ ആളൊരു ഫിസിക്സ് അധ്യാപകനാണ്. അപ്പോൾ അങ്ങനെ അതായത് ഒരു അന്ധമായിട്ട് മതം കൊണ്ടു നടക്കുന്ന ഒരാളല്ല. എന്നാൽ കുടുംബത്തിലെല്ലാവരും ഒരു മൂത്ത ഒരാളാവുമ്പോൾ അതിൽ കുറച്ച് ഒരു സാധനമുണ്ട്. അങ്ങനെയല്ല, അതായത് ആൾ അങ്ങനെ ഒരു മതവിശ്വാസിയുടേതായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ. ഒരു കുടുംബത്തിലൊരു മുതിർന്ന ഒരാളാകുമ്പോൾ കാരണവരാകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പൊസിഷൻ, അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി എല്ലാത്തിലും മുന്നിലുണ്ടാവും. ഒരു ചടങ്ങൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ കാണും. പക്ഷെ അന്നും ഇതിലൊന്നും വലിയ കഥയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് അന്നും തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ മദറൊന്നും അങ്ങനെയല്ല, അവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് എല്ലാം നെഞ്ചത്ത് കൊണ്ടുനടക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ 2 കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ ഫാദർ അങ്ങനെ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കണമായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു രീതിയായിരുന്നു. അപ്പോൾ നമ്മളെ അത് ട്രെയിൻ ചെയ്യും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മളങ്ങനെ അന്വേഷിക്കുക. പിന്നെ എല്ലാത്തിൻ്റെ പിന്നിൽ എന്താണ് കാരണം, അത് അവരുടെ ഒരു രീതി ആയതുകൊണ്ട് അതെല്ലാത്തിലും നമുക്കും അത് ശീലമാണ്. പിന്നെ നമ്മളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻ്റർനെറ്റും സൗകര്യങ്ങളും അങ്ങനെയും കൂടി വന്നു. പിന്നെ അപ്പോൾ നമുക്ക് കുറേ കൂടി നമ്മളുടെ ഈ ഇൻഫർമേഷൻ കിട്ടാനുള്ള ആ ഒരു ഹൊറൈസൺ അത് വലുതായി. അപ്പോൾ ആ ഒരു
ഹൊറൈസണിൽ നമുക്ക് കിട്ടാനുള്ള അത് അൺലിമിറ്റഡ് ആയ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആവുകയാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചു. കാരണം നമുക്ക് മുന്നേ ഉള്ളത് ഈ ഭംഗിയാക്കുക എന്നുള്ളൊരു സാധനം കൂടി ആയതുകൊണ്ട് നമ്മൾ പരമാവധി ഇത് അന്വേഷിക്കും, എല്ലാ കാര്യത്തിലും അന്വേഷിക്കും. അപ്പോൾ അത് ഹോമിയോയിലാണ് ആദ്യം സംഭവിച്ചത് സത്യം പറഞ്ഞത്. ഈ മതമൊക്കെ പിന്നെയാണ് അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലൊരു ഹോമിയോടെ. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ 2023 ജോയിൻ ചെയ്യുന്നു. 2005 ആകുമ്പോഴാണ് ജോയിൻ ചെയ്യുമ്പോഴൊന്നും ഇത് അറിയില്ല, ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടൊന്നും. ഇങ്ങനെ അറിയാം, ഇങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു പ്രൊഫഷണൽ റൈവലറി ആയിട്ടാണ് നമ്മൾ പറയാറ്. അത് IMA 2003. അപ്പോൾ കോളേജിലെത്തിയ ആദ്യത്തെ 2003 ഇത് തുടങ്ങി ഒരു 5 ആകുമ്പോഴാണ് ഫസ്റ്റ് ഒരു റിപ്പോർട്ട്, അതൊരു ഗ്ലോബൽ സ്കെയിലിൽ തന്നെ വലിയ ചർച്ചയായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു. ഈ ഹോമിയോപ്പതിയുടെ എൻഡാണ് ഇത്, പ്ലസിബോ ആണ് എന്ന് പറഞ്ഞിട്ടൊരു ലാൻസെറ്റിലൊരു റിപ്പോർട്ട്. അപ്പോൾ അന്ന് സത്യത്തിൽ അവിടെ കോളേജിലൊരു മരണ വീട്ടിൽ പോയ മാതിരിയായിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ. അവിടെ എല്ലാവരും ഭയങ്കര നിശബ്ദരായി, ഇതാകെ കൊളായി, ഇനി ഒന്നുമില്ല, ഹോമിയോ കോളേജൊക്കെ പൂട്ടാം എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഉടനെ അപ്പോൾ ഞങ്ങൾ ഞാനന്ന് ഈ ക്ലാസ് ക്ലാസ് ലീഡറൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ എന്തൊരു പേര് പറയും, അതായിരുന്നു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ യൂണിയനിലെ ആദ്യത്തെ സ്റ്റാർട്ടിങ് പൊസിഷനാണ്. അപ്പോൾ അങ്ങനെ അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ യൂണിയൻ മീറ്റിംഗ് കൂടെയാണ് ജനറൽ ബോഡി, എന്നിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുക ഇതിനെക്കുറിച്ചുള്ള ചർച്ച. ഇതിന് ശേഷമാണ് പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങി. കാരണം അതുവരെ നമ്മളോട് പറഞ്ഞിരുന്നത് ഹോമിയോപ്പതി വളരെയാണ്, ലോകത്ത് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ആളുകൾ മരുന്നെടുക്കുന്നു, യൂറോപ്പിൽ ഭയങ്കര സംഭവം, അവിടെ സംഭവം, ഇവിടെ സംഭവം, അങ്ങനെയാണ് നമ്മളെ മുന്നിൽ പറയുന്നത്. പക്ഷേ ഇത് വന്നതോടുകൂടി ഇത് നേരെ ഫ്ലിപ്പായി. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനങ്ങളാണ്. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിയുന്നു, സെക്കൻഡ് ഇയർ കഴിയുന്നു, തേർഡ് ഇയർ ആവുന്നു, ഫൈനൽ ഇയർ ആവുന്നു, ഹൗസ് റെസിഡൻസി ആവുന്നു, എന്നിട്ട് ഒരു അനക്കമില്ല, ഇതിലൊരു മാറ്റമില്ല എന്ന് മാത്രമല്ല, ഇതിനിടയിൽ ഓരോരോ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി. ഫ്രാൻസിൽ പ്രശ്നം, UK പ്രശ്നം. അപ്പോൾ 2000 പ്രശ്നം എന്ന് വെച്ചാൽ ഹോമിയോപ്പതിയെ ഇത് സയൻറ്റിഫിക് അല്ല എന്ന് അവിടുത്തെ ഒഫീഷ്യൽ ബോഡീസ് തിരിച്ചറിയും. അതേപോലെ ഓരോ രാജ്യത്ത് ഇത് കുറയാണ്. അപ്പം അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഫണ്ടില്ല, പ്രൈവറ്റിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, പ്രൈവറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷിശാസ്ത്രമോ ഗൗളിശാസ്ത്രമോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഗവൺമെൻറ് ഫണ്ടില്ല. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു ഇത്. അപ്പോൾ നമ്മളപ്പോഴും കാണുന്നത് എന്താണ്, അന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചിരുന്ന തലമുതിർന്ന ഡോക്ടർമാരുണ്ടല്ലോ, അവരിപ്പോഴും ശരിയാക്കി തരാൻ പറഞ്ഞാൽ നടക്കുകയാണ്. ഇപ്പോൾ എത്ര വർഷം, 20 വർഷം കഴിഞ്ഞ് അതാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി, അതൊരു മൈൽ സ്റ്റോൺ ഇവൻ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള വിമർശനത്തിലേക്ക് വന്നപ്പോൾ ആദ്യം അപ്ലൈ ചെയ്തത് അതിലാണ്. അപ്പോഴും നമ്മൾ വിശ്വാസിയാണ്. ഹോമിയോപ്പതിനെ വിമർശിക്കുമ്പോഴും ആദ്യത്തെ ഹോമിയോ വിരുദ്ധ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ അടുത്ത് ചില ഈ ഹോമിയോ ഡോക്ടർമാർ ചോദിക്കും, കാരണം ഈ ചർച്ചയൊക്കെ നടക്കും, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ ചർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും നമ്മളോട് പറയാം, ഞാൻ പറയും നോമ്പ് തുറക്കേണ്ട നേരമായി, അല്ലെങ്കിൽ നിസ്കരിക്കേണ്ട നേരമായി, പോവാണ്, നിസ്കരിച്ചിട്ട് വരാം, ബാക്കി എന്നിട്ട് പറയാമെന്നൊക്കെ പറയും. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, ഇതെന്തൊട്ട് യുക്തിവാദിയാണ്, നിസ്കരിക്കുന്ന യുക്തിവാദിയോ, നോമ്പെടുക്കുന്ന യുക്തിവാദിയോ എന്നൊക്കെ ചോദിക്കും. കാരണം നമ്മൾ ഹോമിയോനെ വിമർശിക്കുകയും ചെയ്യും, എന്നിട്ട് പോയി നിസ്കരിക്കുകയും ചെയ്യും. അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യം അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ പറയും, ഇത് നമ്മൾ പ്രൊഫഷൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റേതൊരു പേഴ്സണൽ ബിലീഫാണ്. അപ്പോൾ ഇതൊന്നും എന്തിനാ കൂട്ടിക്കൊടുക്കണമെന്നൊക്കെ നമ്മൾ അവരോട് മറുപടിയൊക്കെ പറയുമായിരുന്നു. പക്ഷേ എന്തോ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി, ശരിയാണല്ലോ, ഈ ചോദിക്കുന്നതിലൊരു കാര്യമില്ലേ, നമ്മൾ ഈ ഹോമിയോപ്പതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത ആ ഒരു ലോജിക്കും സാധനവും അത് എല്ലാത്തിലും ബാധകമല്ലേ, അങ്ങനെ വരുമ്പോൾ അത് ഇസ്ലാമിനും ബാധകമല്ലേ എന്ന് നമ്മൾ ഒരു ചിന്ത, അങ്ങനെ ഒരു സാധനം വന്നു. അത് വേണമെങ്കിൽ ഒരു വിപ്ലവാത്മകമായ ഒരു ചിന്തയാണെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു സാധനമാണ്. കാരണം അത് നമ്മൾ ഒരിക്കലും സ്വാഭാവികമായിട്ട് വരില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു ഡിഫോൾട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മതം തെറ്റാണെങ്കിലും ഇസ്ലാം ശരിയാണെന്നാണ് ചെറുപ്പകാലം പോലെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ, മറ്റേ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുക. അപ്പോൾ ആകെ ഒരു മതമേ ഉള്ളൂ, ആകെ ഒരു ദൈവമേ ഉള്ളൂ, ബാക്കിയൊക്കെ തെറ്റാണ്, ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കണോടത്തുനിന്ന് നമ്മൾ അതിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് ചെയ്തു. അത് ചെയ്യേണ്ടി വന്നത് പെട്ടെന്നല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിലും യാദൃശ്ചികമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിങ്ങനെ ഫേസ്ബുക്കൊക്കെ കാണുമ്പോൾ അതിനകത്ത് പല ആളുകളും മതവിമർശകരായിട്ടുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കും, ഞാനും കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പ്, അതായത് മതവിമർശകർക്ക് മറുപടി കൊടുക്കും വേണ്ടി അതിനു വേണ്ടി നമ്മൾ മറുപടി കൊടുക്കും. ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ജബ്ബാർ മാഷിക്കും അതുപോലുള്ള ആളുകൾക്കൊക്കെ മറുപടി നമ്മൾ അങ്ങോട്ട് കൊടുത്തിരുന്ന ആളാണ്.
അപ്പോൾ മാഷ് അവിടെ എങ്ങനെ ഇടും, മാഷ് നന്നായിട്ട് എഴുതുമായിരുന്നു ആ സമയത്തൊക്കെ, ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നു, ഈ വീഡിയോ ഒക്കെ വരുന്നതിനൊക്കെ മുന്നേ ആണല്ലോ. അപ്പോൾ അന്ന് ആ മറുപടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അവരിടുന്ന വീഡിയോ നമ്മളപ്പോൾ കാണാനിടയാവാണ്. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ട്, പൂർണ്ണമായിട്ടും വിശ്വാസി, പൂർണ്ണമായിട്ടും അവിശ്വാസി, എന്നാൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ അതിലാണ് നമ്മളൊക്കെ പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മളിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലെന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഈ പൂർണ്ണമായിട്ട് വിട്ട ആളുകൾ പറയുന്നതും വിടാത്ത ആളുകൾ പറയുന്നതും വരും. അപ്പോൾ നമുക്കൊരു ബോധമുണ്ടല്ലോ, ഈ പറഞ്ഞ ഹോമിയോപ്പതിയെ പൊളിക്കാൻ ഉപയോഗിച്ചൊരു ബോധം. ഈ ബോധത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം വരച്ചു നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും ജബ്ബാർ മാഷ്ക്ക് സ്കോർ കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മാഷ് പറയുന്ന കാര്യങ്ങൾ, ജാമിദ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ, പിന്നെ അങ്ങനെ 2-3 ആൾക്കാർ. അപ്പോൾ അതിനോടൊപ്പം ഈ ഉസ്താദുമാരൊക്കെ പറയുന്ന ചില മണ്ടത്തരങ്ങൾ കൂടി വരികയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു ഉസ്താദ് പറഞ്ഞാൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയത്, അതായത് ഏതോ ഒരു വലിയ ഗ്രൗണ്ടിൽ നിന്നിട്ട് ആൾ പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ അതിൽ പറയുന്നത് മഴ വർഷിപ്പിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതെങ്ങനെയാണ് അനുഗ്രഹമാവുന്നതെന്ന് വെച്ചാൽ 10,000-കണക്കിന് കിലോമീറ്റർ മുകളിൽ നിന്ന് മഴത്തുള്ളി വരുന്നത് നിങ്ങളെ തല വീണാനുള്ള അവസ്ഥ എന്തായിരിക്കും? തലോട്ടി പൊട്ടിച്ചെതറിപ്പോവും. പക്ഷേ പൊട്ടിച്ചെതറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ്? അതിന് ഇവിടെ അന്തരീക്ഷം ഇവിടെ സംവിധാനിച്ച് വെച്ചിരിക്കുകയാണ്. അതിലൂടെ വന്ന് അതൊരു പൂവ് പോലെ നിങ്ങളെ തലയിൽ വീഴും, അതുകൊണ്ടാണ് നിങ്ങളെ തലമുട്ടി പൊട്ടാത്തതെന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പോൾ അതിങ്ങനെ ഈണത്തിലും താളത്തിലൊക്കെ പറയുമ്പോൾ ആരായാലും ഒന്ന് കേട്ട് അത് മാഷാ അല്ലാ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് 10,000-കണക്കിന് കിലോമീറ്ററോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമ്മൾ സ്കൂളിൽ പഠിച്ച 10,000 അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഉടനെ ഗൂഗിൾ എടുക്കുന്നു, എത്ര കിലോമീറ്റർ മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത്, മഴവെള്ളം വരുന്നത്. അപ്പോൾ 10 കിലോമീറ്ററിന് താഴെയുള്ളൂ. ഈ സാധനമാണ് 10,000 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇതാണ് ഈ ചിന്ത. അപ്പം നമ്മൾ ആലോചിക്കുക, അപ്പോൾ ഉസ്താദന്മാർ നുണ പറയും, തെറ്റ് പറയും. അപ്പോൾ ബാക്കിയുള്ള ഉസ്താദന്മാരും എന്ത് പറഞ്ഞാലും അവർ പറഞ്ഞത് ആദ്യം ശരിയാണോ അല്ലയോ എന്ന് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാക്കിർ നായിക്ക് പറയുന്നത് നമ്മൾ കേൾക്കുന്നു, അത് പറഞ്ഞത് ശരിയാണ്, അതിൻ്റെ ലോജിക്കും ഇസ്ലാമും ഒക്കെ വേറെ, പറഞ്ഞ സാധനം കറക്റ്റാണോ എന്ന് നോക്കുക. അത് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ ഒരു ഷോക്കിംഗ് ട്രൂത്ത് പറയുന്നത്. ഒരു 100 ഉസ്താദന്മാർ പറയുന്ന സാധനം എടുത്താൽ 99% ആളുകളും പറയണത് തന്നെ ഇതുപോലുള്ള അബദ്ധങ്ങൾ, അശാസ്ത്രീയമായ കാര്യങ്ങൾ ഇതാണ്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് അവർ ഈ മതത്തെ വെളുപ്പിക്കുന്നത്. അപ്പം പിന്നെ ഇവരുടെ മാർക്കപ്പം നെഗറ്റീവായി. അപ്പോൾ വിമർശകരുടെ മാർക്ക് വീണ്ടും കൂടുക. അങ്ങനെ വന്നപ്പോൾ കാര്യം പിടികിട്ടി ഇതാണ്. പിന്നെ അതിലേക്കാണ് ഈ സ്ത്രീവിരുദ്ധതയും അതുപോലെ ഈ അടിമ വ്യവസ്ഥിതി സംബന്ധിച്ചുള്ള സാധനം, ഇതൊക്കെ കൂടി അങ്ങ് വന്നപ്പോൾ കാര്യം പിന്നെ തീരുമാനമായി. അങ്ങനെ പിന്നെ നമ്മൾ മനസ്സിലായി ഇത്. അപ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞ പോലെ ആ ഭംഗിയാക്കുക എന്ന് പറയുന്നത് ഇതും കൂടി അങ്ങ് ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി വൃത്തിയാവും എന്ന് തോന്നി. അപ്പോൾ പിന്നെ അതുകൂടി എടുത്തങ്ങ് മാറ്റി. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പം നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സയൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇമോഷൻസ്, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പുറത്താവേണ്ടി വരുന്നൊരവസ്ഥ വരുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ. അതെങ്ങനെയാണ് ലൈക്ക് ഓവർകം ചെയ്തത്? ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ തമ്മിൽ മുന്നൊരു കോൺവെർസേഷൻ ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കുട്ടികളെ വേറൊരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുമ്പോഴാണ് പാരൻറ്റിങ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവണത്. അപ്പോൾ അതും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്തു. നമ്മളെ ഫാമിലിയിൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തന്നെ മുന്നോട്ട് വരുന്നൊരു രീതിയാണ്. കാരണം പാരൻസ് 2 പേരും ജോലി എടുക്കുന്നവർ, ഞങ്ങൾ 2 പേരാണ്, സിസ്റ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളെ കാര്യം ചെയ്തു പോകുന്നു, അവരവരുടെ കാര്യം ചെയ്തു പോകുന്നു. ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴാണ് എല്ലാവരും കൂടുതലും കാണുക. അപ്പോൾ അത് തന്നെ എല്ലാവരും കൂടി അടുക്കളയിൽ നിന്നിട്ടുള്ള പരിപാടികളാണ്. ഇപ്പം എന്താ പറയുക, മീനൊക്കെ വാപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു പറയാം വെട്ടിയ കറി വെക്കുമെന്ന് പറയും. അങ്ങനെയുള്ളൊരു ലെവലാണ്. എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുടുംബത്തിന് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വെച്ചാലേ ഉമ്മാക്ക് സമാധാനം, അങ്ങനെയൊന്നുമില്ല. വേണേ വെട്ടിയ കറി ഉണ്ടാക്കാം, അടുക്കളയിൽ വന്നാൽ ഒരുമിച്ചുണ്ടാകും, ഇങ്ങനെയാണ് ഉമ്മ പറയുക. അപ്പോൾ ആ രീതിയിൽ പോകുന്നൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പല കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആണ് വളരെ ചെറുപ്പം മുതൽ. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഓൺ യൂണിഫോം പോലും ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും കഴുകിയിട്ടിട്ട് അടുത്ത ദിവസം രാവിലെ ഇട്ടിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ അന്നൊക്കെ അത് നമ്മളുടെ റുട്ടീൻ, അത് പരാതി പറയേണ്ട സാധനമാണെന്ന് പോലും നമുക്കറിയില്ല. ഇതിങ്ങനെ ആയിരിക്കും എല്ലാ വീട്ടിലും നടക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോൾ കഴുകാനൊക്കെ മറന്നു പോകും, ഈ വന്ന് കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കഴുകിയിട്ട് ഇസ്തിരിയിട്ടൊക്കെ ഉണക്കും. ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ രീതി. അപ്പോൾ നമ്മൾ സെൽഫ് റിലയൻ്റ് ആയിരുന്നു. 2 കാലിൽ പണ്ടേ ചെറുപ്പം മുതൽ 2 കാലിൽ തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ നമ്മുടെ കൂടെയുള്ള ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധനം നമ്മളിങ്ങനെ ആകെ
പാരലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് അവസ്ഥയൊന്നുമില്ല. അറ്റാച്ച്മെന്റ്സ് വളരെ കുറവാണ് ബേസിക്. അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ആളുകളോട് നമുക്ക് അറ്റാച്ച്മെൻറ്റ്, വാപ്പാവും ഇതൊക്കെ നമുക്ക് വലിയ അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ആ സാധനം ഒരു എന്താ പറയുക, അവരില്ലെങ്കിൽ നമ്മളാകെ പാരലൈസ്ഡ് ആയി പോകുന്ന അവസ്ഥയൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ജേർണിയിൽ ഒരു ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ടാവില്ലേ എന്നാണ്. വേദനയെ ഞാൻ എന്നെയും കൂടെ ആ പ്ലേസിൽ വെച്ചിട്ട് ചോദിക്കുന്നത്. ബിക്കോസ് ഞാനും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ചോദിക്കുന്നതാണ്. എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന അത്രയും വേദന എനിക്ക് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാ ആളുകളും എന്തായാലും എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പിന്നെ കുറേ കാലം നമ്മൾ ഇതിനൊക്കെ വേണ്ടി നിന്നല്ലോ. പക്ഷെ അങ്ങനെ നിന്നതുകൊണ്ട് ഉണ്ടായത് എന്താണ്, ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് സിമ്പിളായിട്ട്, ഞാൻ പഠിക്കാൻ എനിക്ക് ഹോമിയോക്ക് അഡ്മിഷൻ കിട്ടി, അപ്പോൾ അത് ചെയ്യുന്നതിനോട് എന്താണ് അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഇപ്പോൾ വേണ്ടാന്ന് പറയും. ഇതേ അഭിപ്രായം പറയേണ്ട ആളുകളായിരുന്നല്ലോ നമ്മൾ പാരൻസ്. അപ്പോൾ അവർക്കന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കത് പറയാൻ കഴിയാതെ പോയത്? അവർക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഓണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ കുറേ പെരുന്നാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ വിവരം ശരിയായിക്കോണമെന്നൊന്നുമില്ല. ഇതാണ് അന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് പാരൻസിൻ്റെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്ന് ഒരു നിർബന്ധമില്ല. ചില കാര്യങ്ങൾ നമുക്കാണ് അവരെക്കാൾ കൂടുതൽ ധാരണ ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ ആ അന്വേഷണാത്മക ത്വരയും അതുപോലുള്ള സാധനങ്ങളിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ പാരൻസിന് എന്തെങ്കിലും ഇപ്പോൾ ഫൈനാൻഷ്യലി ഒക്കെ നമുക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ അവർ വേണം, അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ അവർ ചെയ്യുക. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് വേണം. അത് കുറേയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോഴ്സ് തിരഞ്ഞെടുത്തപ്പോഴാണെങ്കിലും അത് എടുക്കണമെന്നോ എടുക്കണ്ടെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് സാധനം ഇപ്പോൾ ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയണമല്ലോ, അതവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ഡിസിഷൻസൊക്കെ എടുത്ത് പോയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ അങ്ങനൊരു അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിൽ നമുക്കൊരു തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഡഡ് ബെനിഫിറ്റോ ഉണ്ടായിട്ടില്ല, രണ്ടും ഉണ്ടായിട്ടില്ല. അന്ന് നമ്മൾ അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ അടുക്കളയിലെ പരിപാടികളോ അത് മാത്രമല്ല, നമ്മളുടെ ഓൺ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളുടെ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ വലിയ ആളെ പോലെയാണ് വീട്ടിലുണ്ടായിരുന്നത്, ഈ ഒരു രീതി. അപ്പോൾ അത് നമുക്കിപ്പോഴും വി ആർ ജസ്റ്റ് ക്യാരിയിങ് ഇറ്റ് ഫോർവേഡ്. ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അത് ഭയങ്കര ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന. അതിപ്പോൾ അവിടെ പറഞ്ഞ സമയത്ത് കോവിഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഇറങ്ങണോ, കോവിഡ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അപ്പോൾ ഇറങ്ങാൻ പറ്റൂല, ലോക്ക്ഡൗൺ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിടൂല, പിന്നെ വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും അവരുടെ പ്രശ്നം മതത്തിനെതിരെ. അതെ, മതത്തിനെതിരെ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതൊന്നും അല്ല പ്രശ്നം. നമ്മൾ നിസ്കരിക്കുന്നില്ല, നമ്മൾ നോമ്പ് നോക്കുന്നില്ല. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു അശുദ്ധി പോലെയാണ് അവർ ഇതിനെ കാണുന്നത്, നമ്മളോടൊരു വെറുപ്പ്. പക്ഷെ അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അത് നമ്മൾ അവരോട് ഇത് ചെയ്യണമെന്ന് നമ്മൾ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിച്ചോ, എന്നോട് എന്തിനാ നിസ്കരിക്കണം എന്ന് പറയണം, എത്ര നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ നോമ്പെടുത്തോ. പക്ഷേ നോമ്പെടുക്കുന്ന കാര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം അത് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ വിസിബിളായിട്ട് നമുക്ക് കാണാം. കാരണം ഈ പ്രായമായിട്ടുള്ള ആളുകൾ നോമ്പെടുത്ത് ഡീഹൈഡ്രേറ്റഡ് ആയി, അതൊക്കെ നമ്മൾ കാണുകയല്ലേ. നല്ലതാണെങ്കിലും വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ ഇരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ 30 ദിവസം ഒന്നും അടുപ്പിച്ച ഒരു മെഡിക്കൽ ഇതിനകത്തും ഇല്ല. 30 ദിവസം അടുപ്പിച്ച് അങ്ങനെ നോമ്പ്, അതും പച്ചവെള്ളം കുടിക്കാതെ, അതൊന്നും ഒരിക്കലും ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമേ അല്ല. പക്ഷേ ഇതൊക്കെ ഓവർ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ഈ സാധനങ്ങൾ കുട്ടികൾ. പിന്നെ നമ്മളും വിശ്വാസിയായിരിക്കുന്ന സമയത്ത് പോലും ഈ നോമ്പ് നോറ്റിട്ടുണ്ടായിട്ട് ചില അപകടങ്ങളുടെ മുന്നിൽ വരെ വന്നിട്ടുണ്ട്. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ ക്രാംസ് വന്ന് കാലിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമുക്കിത് അറിയില്ലല്ലോ. നമ്മൾ വിചാരിക്കണം ആ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അയാളുടെ പിന്നാലെ പടച്ചവൻ എപ്പോഴും ഉണ്ടാവുന്നതാണ് നമ്മൾ ധരിക്കുന്നത്. അവിടെ ആ നോമ്പ് നോറ്റാനാണ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കേണ്ടി വരുന്നത്. മീൻസ് ഇതേപോലെ ക്രാമ്പ് നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ക്രാമ്പ് വരെ. ചിലപ്പോൾ വണ്ടിയിൽ മയങ്ങിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഈ റോഡിലെ സ്റ്റഡ് അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഞാൻ. അപ്പോഴാണ് മനസ്സിലായി ഞാൻ ഉറങ്ങായിരുന്നു. എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് നമ്മളറിയില്ല ലോങ് ഡ്രൈവിൽ വരുമ്പോൾ അതേപോലെ കയ്യിൽ നിന്ന് വണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാലോ ഈ റമദാൻ ആ സമയത്ത് ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഡീഹൈഡ്രേഷനും ഈ ലോ ഗ്ലൂക്കോസ് ലെവലും അതുകൊണ്ടുണ്ടാകുന്ന മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എക്സോഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ചില ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്സ് പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ പാകിസ്ഥാനിലൊരു വലിയ ക്രാഷ് ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ ശേഷം അവിടെ പറയുമ്പോൾ പാകിസ്ഥാനാണ്, ഇസ്ലാമിക് കൺട്രിയാണ്, അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിയമം ഒക്കെ ശരി, നിങ്ങൾ എയറോപ്ലെയിൻ പറപ്പിക്കാൻ വരിക, ക്രൂ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോ ഫാസ്റ്റിംഗ്.
ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി. ബാക്കിയൊക്കെ അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ എവിടെ വെറുതെ അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കണം നിർബന്ധം വീട്ടിലിരുന്ന് വന്നാൽ അവിടെ. അല്ലാതെ ഈ പരിപാടി ഇവിടെ നടക്കില്ല. കാരണം അങ്ങനെ ക്രാഷ് ഉണ്ടായി. ആ ക്രാഷ് ഉണ്ടാകുമ്പോഴുള്ള കുഴപ്പം അവർ മാത്രമല്ലല്ലോ മരിക്കുന്നത്. അതെ അതെ അന്ന് ആ ക്രാഷ് ഉണ്ടായത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് ഈ ഫ്ലൈറ്റ് പോയി ക്രാഷ് ചെയ്ത് വീണത് എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉന്നക്കായ ഉണ്ടായിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾ പോലും മരിച്ചു. അതാര് കാരണം? ഈ പറയുന്ന പൈലറ്റ് നോമ്പെടുത്തതിൻ്റെ പേരിൽ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാം? ഇതാണ് അവിടുത്തെ കഥ എന്ന് പറയുന്നത്. ഇപ്പോൾ മതം എന്ന് പറയുന്നത് ആരോ ഇതിന്ന് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് ഇതൊരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിലൊരു ഭയപ്പെടുത്തൽ നടക്കുന്നുണ്ട്, ഒരു പേടിപ്പിക്കലുണ്ട് ഇതിലെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു പവർ ഇല്ല എന്നാണല്ലോ നിങ്ങൾ ലൈക്ക് ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നും കൂടെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞ മാതിരി, അതായത് നമ്മളുടെ ഡിസിഷൻസ് നമ്മൾ എടുക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ ആ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ വരും വരായികകൾ ഇതും കൂടി ഓർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ ഉണ്ടാവും. നിങ്ങളൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടാക്കാൻ പറ്റുന്നതോടെ തന്നെ ദൈവം മരിക്കുകയാണ്. അങ്ങനെ ഒരു പവറിന് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഒരു ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ എ മാത്രമേ പാടുള്ളൂ. പ്ലാൻ ബി എന്താണ്? അത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ദൈവമല്ലേ ബാക്കി കാര്യം. അതായത് നിങ്ങളൊരു കാര്യം അങ്ങോട്ട് ചെയ്യുക. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ അങ്ങ് എടുത്ത് ചാടുക. താഴെ എത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ദൈവം നോക്കും. അങ്ങനെയല്ലേ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചാടുമോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിക്കും, അങ്ങനെ ചാടാൻ പറ്റില്ല. 1-ാം നിലയിൽ നിന്നൊക്കെ വേണമെങ്കിൽ ചാടി നോക്കാം. എന്നാലും 2-ാം നിലയിൽ നിന്നൊക്കെ ചാടിയാൽ ചിലപ്പോൾ പണിയാവും. 10-ാം നിലയിൽ നിന്നും ആരും ചാടാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കറിയാം ചിന്തിക്കാൻ എവിടുന്ന് എന്താണ് അതിന് വരായിക്കാന്ന് നമുക്ക് ചിന്തിക്കാൻ അറിയാം. അതെല്ലാ വിഷയത്തിലും അപ്ലൈ ചെയ്താൽ പോരെ. പിന്നെ വേറെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഈ പവറിൽ ഉള്ള ഇത് പോകുന്നതിൻ്റെ. ഒന്നാമത്തത്, നമുക്കൊരു മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ ഒരു പവർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പഠിക്കണതന്നെ അങ്ങനെയാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ദൈവമൊന്നുമില്ല, ആ കൂടി ഒരു ദൈവമുള്ളൂ. അപ്പോൾ നമ്മൾ ആ കൂടിയുള്ളൊരു എളുപ്പപ്പണി എന്താണ്? ഈ അള്ളാഹുവിനെ അങ്ങ് കളയാന്നുള്ളതാണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അവിടെ ശൂന്യതയാണ്, പിന്നെ അവിടെ വേറൊരു പവറില്ല. അപ്പോൾ അതും ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി, ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നാലും അങ്ങനെ ഒരാൾക്ക് എന്തായാലും ദൈവമാവാനുള്ള, അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ക്വാളിറ്റി ഒന്നും ഈ അള്ളാഹുവിനില്ല. കാരണം ഇതേപോലെ പല തോന്നിയാസങ്ങളാണല്ലോ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാവുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് വന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഒരാൾ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരാളാണ് എന്ന് പറയുമ്പോൾ 2 കാര്യമാണ് അവിടെ വരിക. അതായത് ഒന്ന്, ഈ ഉണ്ടാക്കി കഴിയണം. ഒരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോഴല്ലേ നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ മൈക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ഉണ്ടാക്കി കഴിയുമ്പോഴാണ്. ഇത് ഹു ഇസ് ദ മാനുഫാക്ചറർ എന്ന് ചോദിക്കുന്നത് മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോഴാണ്. നമ്മളുടെ ഈ പ്രപഞ്ചമോ അല്ലെങ്കിൽ നമ്മളെ മനുഷ്യ ശരീരമോ മൃഗങ്ങളോ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ഇവോൾവിങ്. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റിൽ ഇവോൾവിങ്. അപ്പോൾ അതെന്തിനാണ് ഇവോൾവ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാക്കി അങ്ങ് വെച്ചാൽ പോരെ. ഇപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന സാധനം, അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റിൽ ഇൻ ദ മേക്കിംഗ്. അപ്പോൾ നമ്മളും ആ മേക്കിങ്ങിൻ്റെ പാർട്ടാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു മൊമെൻ്ററി ആയിട്ട് നമ്മൾ അതിനകത്ത് ഭാഗമാവുന്നു, അത്രേ ഉള്ളൂ. ഒരു കോസ്മിക് ഡസ്റ്റ് മാത്രമാണ് നമ്മൾ എന്നുള്ളൊരു രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഉണ്ടാക്കി കഴിയാത്ത സാധനത്തിന് മാനുഫാക്ചർഷിപ്പ് അവകാശപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു തോൽവിയാണ്. സാധനം ഉണ്ടാക്കി കഴിയുമ്പോഴല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് വിളിക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് അതിനേക്കാളും വലിയ സാധനമായിട്ട്, കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഇഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സയൻസും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഇതിൽ പൊള്ളത്തരം വരും, പുറത്തേക്ക് വരും. അപ്പോൾ അതും കൂടി വരുമ്പോൾ ഇതൊരു ഓൾ ടുഗദർ ഇതൊരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാണ്. ഈ 2 വശത്തും കൂടി ബെനിഫിറ്റ് ചെയ്യുന്ന ആരാണ്? ലൈക്ക് ഈ കുക്ക്ഡ് അപ്പ് സ്റ്റോറിന്ന് ബെനിഫിറ്റ് അതിലേക്ക് വരാം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ സാധനം നമ്മൾ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇതിങ്ങനെ പവർ ഇല്ലാതെ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു പ്ലാൻ ബി ഉണ്ടാക്കാൻ നമ്മൾ ശീലിച്ചാൽ തന്നെ പിന്നെ പ്ലാൻ സിയും ഡിയും ഒക്കെ ഉണ്ടാകാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതാണ് നമ്മളുടെ
ഈ പവറിലൊന്നും വിശ്വസിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചേണ്ട ഒരു കാര്യം. അപ്പോൾ പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സാധനം, ഈ കഴിവ് നമ്മൾ എന്തിനാണ് സപ്രസ് ചെയ്യുന്നത്? ഇതാണല്ലോ അവിടുത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് കഴിവുണ്ട്, നമ്മൾ സപ്രസ് ചെയ്ത് അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് അവരെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാരാണ്? അത് ഈ മതത്തിൻ്റെ ആളുകൾ. പ്രവാചകം അങ്ങോട്ട് തുടങ്ങി, അതിലെ പുരോഹിതന്മാർ, അതിലെ ഗോഡ്, എല്ലാ മതത്തിനും ഇത് ബാധകമല്ലേ? എല്ലാ മതത്തിനും ബാധകം. ഗോഡ്മെൻ. കാരണം ഈ എല്ലാ മതത്തിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കഥകളാണ്. എല്ലാ മതത്തിലും കഥകളുണ്ട്. കഥയില്ലാത്ത ഏതെങ്കിലും ഒരു മതം ഉണ്ടോ? ഇല്ല. എല്ലാ മതത്തിനും എന്തെങ്കിലും ഒരു കഥ കാണും. അപ്പോൾ ഈ കഥ ഇല്ലാന്നുണ്ടെങ്കിൽ മതം തന്നെ ഇല്ല. ഒന്നത്. രണ്ട്, എല്ലാ കഥയിലും ഓരോ തരം ദൈവങ്ങളാണ്. എന്നതെല്ലാം ഒന്നാണ്, അതുമില്ല. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു മുസ്ലിമാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. സപ്പോസ് ക്രിസ്ത്യാനിക്കും സ്വർഗമുണ്ട്, മുസ്ലിമിനും സ്വർഗമുണ്ട്. അപ്പോൾ മുസ്ലിമിൻ്റെ കണ്ണിൽ അയാൾ ഇസ്ലാമാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലും, അയാൾ വിശ്വസിക്കാത്ത ആൾ നരകത്തിലുമാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി നരകത്തിലും മുസ്ലിം സ്വർഗത്തിലും, ഇങ്ങനെയാണല്ലോ മുസ്ലിമിൻ്റെ കണ്ണിൽ പറയുന്നത്. ഇനി ഇതേ വ്യക്തിനെ, ഇതേ രണ്ടാളുകൾ ക്രിസ്ത്യാനിറ്റിയുടെ കണ്ണിലൂടെ നമ്മൾ നോക്കാം, തീർച്ചയായും ഓപ്പോസിറ്റാണ്. അപ്പോൾ ആ ക്രിസ്ത്യാനി സ്വർഗത്തിലും മുസ്ലിം നരകത്തിലാണ്. അപ്പോൾ ഇപ്പം എന്തായി? ഈ മുസ്ലിം ഒരേ സമയം സ്വർഗത്തിലും നരകത്തിലും കിടക്കാനുള്ള സാധ്യതയായി. അതെങ്ങനെ കിടക്കുക? ഈക്വൽ പ്രോബബിലിറ്റിയാണ്. ഇത് മറ്റേ ഈ ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഒരേ സമയം ഉണ്ടെന്ന് പറയുന്ന മാതിരി, ഒരേ സമയം ഒരാൾ എങ്ങനെയാണ് മുസ്ലിമിൻ്റെ സ്വർഗത്തിലും ക്രിസ്ത്യാനിയുടെ നരകത്തിലും കിടക്കുക? ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സമ്മതിക്കണം ഇതൊക്കെ ഒന്നാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നത്? നിങ്ങൾ പറയുന്നതല്ല, ഇതാണ് ഇന്നദ്ദീന ഇന്ദല്ലാഹി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് എന്തിനാണ്? അത് നിങ്ങളത് വിശ്വസിച്ചോ. ഹിന്ദു ആണെങ്കിലും കുഴപ്പമില്ല, നന്മ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. അതല്ലല്ലോ ഇവർ പറയുന്നത്. നിങ്ങൾ എത്ര നന്മ ചെയ്താലും ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നാണ്, നന്മ ചെയ്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചോ, എന്തോ കുഴപ്പമൊന്നല്ലേ ചോദിക്കണ്ടേ? അതല്ലല്ലോ അവർ ചോദിക്കണത്. അപ്പോൾ നന്മയല്ല അതിൻ്റെ ക്രൈറ്റീരിയ. അവിടെ ഈ പറയുന്ന സാധനമാണ് ക്രൈറ്റീരിയ. ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ സുഡാനിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അതിലേക്കൊക്കെ മതം വരുന്നത് അങ്ങനെയാണ്. ഇതിലെല്ലാം ഈ ഒരു ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഡൗൺ പ്ലേ ചെയ്യുകയാണ് പല ആളുകളും. കാരണം ഇത് പറഞ്ഞ പല സാധനങ്ങളും നഷ്ടപ്പെടും ആളുകൾക്ക്. അവരുടെ തന്നെ ഓൺ ബിലീഫ്സിനെ പോലും അത് ബാധിക്കും. അതാണ് അതിൽ വിഷയമായിട്ട് വരുന്നത്. സോ സേഫർ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് അവർ മിണ്ടാത്തത്. പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും പൊളിയാൻ. അതാണ് ഉണ്ടാവുക. ഇപ്പോൾ മതം പൊതുവേ നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് ക്ലിങ് ചെയ്യാനുള്ള, സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള, പഠിച്ചവനെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അതാണ് നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. പലർക്കും അതൊരു തരത്തിലൊരു ആശ്വാസം ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മൾ വിശ്വസിക്കുമ്പോൾ അത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കും, അല്ലെ വിശ്വസിക്കുമ്പോൾ അത് നടക്കും. എനിക്ക് തോന്നുന്നു അവിടെയാണ് എല്ലാവരും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത്, വേണ്ടാന്ന് വെക്കുന്നത്. എനിക്കൊരു വിഷമം വരുമ്പോൾ ഐ ക്യാൻ ജസ്റ്റ് റിലൈ ഓൺ ദം എന്നുള്ളൊരു ഇതിലാണ്. അങ്ങനത്തെ പോയിന്റൊക്കെ സംസാരിക്കാറുണ്ടോ? അപ്പോൾ അതായത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളൊരു ഒരു ഷോൾഡറാണ് ദൈവം. ഇതാണ് പറയുന്നത്. വിഷമം ഉണ്ടാവാതെ നോക്കിയാൽ പോരെ? അതല്ലേ എളുപ്പപ്പണി. വിഷമം പക്ഷെ ഉണ്ടാവില്ലേ? ഇപ്പം എങ്ങനെയാണ് വിഷമം ഉണ്ടാവുക? ഇപ്പം ഈ ഓരോ വിഷയത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അധികം വിഷമം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു റിയാലിറ്റീനെ ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത കാലത്തോളം നമ്മളെപ്പോഴും പേടിച്ചും ഭയന്നും ഈ പറഞ്ഞ പോലെ വിഷമിച്ചും കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ ആങ്സൈറ്റി കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും. ഒരു വിഷയത്തിൽ ഭയം മാറണോ, അതിൽ ആങ്സൈറ്റി കുറയണോ, അതിൻ്റെ വിഷമം കുറയണോ, നിങ്ങൾ ആ സാധനം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. അല്ലാതെ നമ്മളതിങ്ങനെ നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോറും അതങ്ങനെ നിൽക്കും. നമ്മൾ ചില സാധനങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതേ വഴിയുള്ളൂ. അതിന് നമുക്ക് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരു ക്ലീഷേ സാധനമുണ്ട്, നോ പറയാൻ പഠിക്കണം എന്നൊക്കെ പറയുന്ന മാതിരി. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. ചില ഈ വിഷമിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുനടക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും. പിന്നെ പോംവഴികളുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളാണെന്നാണ് അവരെക്കുറിച്ച് പറയാം. ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എങ്ങനെ വരുന്നത്? അവിടെയുള്ള ആൾക്ക് വിഷമമില്ലേ? നമ്മൾ വിഷമങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് സത്യത്തിൽ കിടക്കാനുള്ള ഒരു മനുഷ്യൻ്റേതായിട്ടുള്ളൊരു നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വിഷമമില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവും അങ്ങനെയുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു നെറ്റ്വർക്ക്. അത് വേണം. നമ്മുടെ നാട്ടിൽ അതില്ല, ബേസിക്കലി അതില്ല. അതുള്ള സ്ഥലങ്ങളിൽ ആളുകൾ എന്ത് ചെയ്യും? അത് അവർക്ക് ലഭിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ, മിക്കവാറും ആളുകൾ കല്യാണം കഴിക്കുന്നതിന്, ഈ കല്യാണം കഴിച്ച ആളുകളൊക്കെ വലിയ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്?
കല്യാണം കഴിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു പ്രധാന റീസണായിട്ട് പറയുന്നത് വയസ്സാം കാലത്ത് നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാണ് കല്യാണം കഴിക്കണം അല്ലേ. നമ്മൾക്ക് ഇവിടെ നല്ലൊരു ഓൾഡ് ഏജ് സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ടോക്സിക് റിലേഷൻസ് ഇവിടെ ഒഴിവാകും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പിന്നെ ഇപ്പോൾ ചികിത്സ കാര്യങ്ങൾ വരുന്നു, അപ്പോൾ അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു നല്ലൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. എത്ര പേർക്ക് ഇൻഷുറൻസ് എടുക്കാം? ഒരാളും എടുക്കില്ല. അതുപോലെ പൈസ ജോലിയൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും, പക്ഷേ സേവിങ്സോ കാര്യങ്ങളോ അവർ ചെയ്യില്ല. എന്താ അവർ ചെയ്യാത്തത്? നല്ലൊരു ഈ പറഞ്ഞ പോലെ വല്ല SIP മ്യൂച്വൽ ഫണ്ട് ഇതൊക്കെ ചെയ്ത് ഒരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്ത് അങ്ങനെ പ്ലാൻ ചെയ്താൽ മതി ഈ കാര്യങ്ങൾ. അതിവർ ചെയ്യില്ല. ഇവരതിന് പകരം മറ്റ് പല കാര്യങ്ങളിലേക്കും പോയി ഇവർ വിഷമങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കും, എന്നിട്ട് വിഷമിക്കും, എന്നിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഓടും. ഇതാണ് സമയം. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള വഴികളുണ്ട്. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം. കാരണം പ്രധാനമായിട്ട് ഇതൊക്കെയാണല്ലോ. ഈ നമ്മൾ ആരോഗ്യമാണ് മെയിൻ ഒരു വിഷയം. ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കാതെ തോന്നിയതൊക്കെ വാരി വലിച്ച് തിന്നും എക്സസൈസ് ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒരുപാട് മാറ്റം ഉണ്ടെന്നായി പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ പറയുന്ന പ്രകാരം ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ആൽക്കഹോളൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഈ ദൈവത്തിന് വലിയ പങ്കുണ്ട്. കാരണം ഈ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്ന സാധനം നിലകൊള്ളുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസിലും അതുപോലെ തന്നെ അൺസർട്ടൈനിറ്റിയിലുമാണ്. ഈ രണ്ട് സാധനവും ഇല്ലാതെ ആയാൽ ദൈവത്തിന് വലിയ റോളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് സന്തോഷമാണ് എപ്പോഴും ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ദൈവത്തിന് ഓർക്കും. ഈ വിഷമം ഉണ്ടാകുമ്പോഴല്ലേ എൻ്റെ ദൈവം എന്ന് വിളിക്കുകയുള്ളൂ. അല്ലാതെ സന്തോഷം, നിങ്ങൾ ലോട്ടറി അടിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വിളിക്കില്ലല്ലോ. പക്ഷെ നിങ്ങൾ കയ്യിൽ നിന്ന് ഒരു 100 രൂപ വീണ് പോയാൽ നിങ്ങൾ ദൈവത്തിന് വിളിക്കും. ഡു യു ബിലീവ് ഇൻ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, മാനിഫെസ്റ്റേഷൻ? ഈ അങ്ങനെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിസ്റ്റിക്കൽ സംഭവത്തിലൊന്നും ഇതില്ല. നമ്മൾ പണിയെടുത്താൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. കാരണം നമ്മളുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അതിപ്പോൾ നമ്മളൊരു സാധനം നമ്മൾ സ്വപ്നം കാണുന്നു, നമുക്കൊരു ആംബിഷൻ ഉണ്ടാവുന്നു, അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. വർക്ക് ചെയ്താൽ സാധനം ഉണ്ടാവും, വർക്ക് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവില്ല. കുറേ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ മാനിഫെസ്റ്റേഷന്, കുറേ ടെക്നിക്ക്, അതൊക്കെ സയൻറ്റിഫിക് ആണോ? അതിനൊന്നും തെളിവൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം യു വിൽ വർക്ക് ഫോർ ദാറ്റ്. വെറുതെ ഇരുന്ന് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം വരാൻ പോകുന്നില്ല. നിങ്ങൾ പണിയെടുത്താൽ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു യാത്ര തുടങ്ങുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 40 to 50 lakhs കടബാധ്യത എനിക്കുണ്ടായിരുന്നു. ഈ ഹോമിയോ വിട്ട് നമ്മളിതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വന്നതാണ്, ഈ കോവിഡിൻ്റെ ടൈമുമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ്, ഇത് വീട്ടണം. അത് വീട്ടി. അതെങ്ങനെ വീട്ടി? പണിയെടുത്തു. അപ്പോൾ ഇത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തൊന്നുമല്ലല്ലോ, പണിയെടുത്താണ്. അപ്പോൾ അതിന് നമ്മളുടെ കഴിവും നമ്മളുടെ സമയവും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളത് ഉപയോഗിച്ച് അത് വെച്ച് ചെയ്തു. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ അത് വീട്ടാൻ പറ്റിയോ, അതിൽ സഹായിച്ച ആളുകൾ വരെ ഉണ്ട്. ഓക്കെ, പണം കൊണ്ട് സഹായിച്ചവരുണ്ട്, അല്ലാതൊക്കെ സഹായിച്ചവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷനിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അത് ചെയ്താൽ അത് തിരിച്ച് നമുക്ക് വരുന്നുണ്ട്. മീൻസ് നമ്മളത് അങ്ങനെ നിന്നുകൊണ്ട് ഈ നെറ്റ്വർക്കും കാര്യങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ നിൽക്കുന്നതിന് അനുസരിച്ചും കൂടിയാണ്. ഓക്കെ, അത് നമ്മളിങ്ങനെ ഡിമാൻഡിങ് ആയിട്ട് നിന്നാലൊന്നും അത് വർക്കൗട്ട് ആവില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. പല കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളെ കൊണ്ടാവണത് എന്താണോ അത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വർക്കൗട്ട് ആവും, നമ്മൾ പണിയെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഭംഗിയായിട്ട് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഔട്ട്കം വരും. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസം ഒരു സമാധാനം കൊടുക്കുന്നുണ്ട്. അവരതിനു വേണ്ടി വാദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക. അതായത് അവരുടെ രീതിയാണ്. അപ്പോൾ യുക്തിവാദികൾക്ക് വേറൊരു കോൺസെപ്റ്റാണുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടോ? അതോ ദേ ആർ കംപ്ലീറ്റ്ലി റോങ് ആൻഡ് ദേ ഷുഡ് റീതിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് തന്നെയാണോ പറയുന്നത്? നമ്മൾ ഈ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്നതിന് അപ്രസക്താന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു ഹിന്ദു സമൂഹം, ആ ഹിന്ദു സമൂഹത്തിൽ ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ വിശ്വാസിയായിരിക്കലും അവിശ്വാസിയായിരിക്കലും ഇത് സംബന്ധിച്ചൊരു വേർതിരിവില്ലാത്തൊരു സമൂഹമാണ് സത്യത്തിൽ ഈ നമ്മൾ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അവിടേക്ക് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ കാര്യങ്ങളെ അങ്ങനെ കാണണം എന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പങ്ക് ഈ ഇസ്ലാമിനുണ്ട്. അതുപോലെ സെമിറ്റിക് മതങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനിറ്റിക്കുണ്ട്. ജൂതമതം പിന്നെ അതിന് വേണ്ടി അധികം ഇറങ്ങി തിരിച്ചിട്ടില്ല. അവർ ആ ഒരു പ്രൊസലിറ്റൈസേഷൻ അവരുടെ ഒരു ഭാഗമായിരുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനിറ്റിക്ക് അത് കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിങ്ങനെ ആളുകളെ ഇതിലേക്ക് വരൂ എന്ന് പറയുന്നൊരു സാധനം.
അപ്പോൾ അവിടെയാണ് ഈ ചോദ്യം തന്നെ നമുക്ക് ഒരു ഒരു കാരണമായിട്ട് വരുന്നുള്ളൂ, ചോദ്യമായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ അത് ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആ സാധനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ ചാർവാകന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? സംഗതി അവരോട് വലിയ ശത്രുതയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒടുവിൽ അവരെയും അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് നമ്മളുടെ ഇന്ത്യ വന്നെത്തിയുള്ളത്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു രൂപം അങ്ങനെയാണ്. ഒരു ഹിന്ദു ആയിരിക്കാൻ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയില്ല, നിങ്ങൾ ദൈവത്തെ വിളിച്ചില്ല എന്ന് വെച്ചിട്ട് ആരും ഹിന്ദുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല, ഇല്ലല്ലോ. ഇല്ല. പക്ഷേ ഒരു മുസ്ലിമിന് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് കോഎക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രശ്നം ആർക്കാണ്? അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെയാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ കുറേ കൂടി അതിനകത്ത് അവർ ഓവർകം ചെയ്തു. ഇപ്പോൾ അവരിൽ അത് വലിയ പ്രശ്നമില്ല, എന്നാലും പ്രശ്നമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ നമ്മൾ പറയുന്ന എക്സ് ക്രിസ്ത്യൻ, എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എക്സ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് നടക്കേണ്ട ഗതികളിലൊക്കെ ഒന്നും അവരെത്തിയിട്ടില്ല. പക്ഷെ ഈ പ്രശ്നം നമുക്കാണുള്ളത്. അപ്പോൾ അതും വിശ്വാസം ഉപേക്ഷിച്ച ആളുകൾക്കല്ല. ഇപ്പം ഞാനിപ്പോൾ നമ്മൾ വിശ്വാസം ഉപേക്ഷിച്ചപ്പോഴും നമ്മളുടെ പാരൻസിനായിട്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. നമ്മളവരെയും കൊണ്ട് മറ്റേ ഉമ്മറ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചപ്പോൾ എനിക്കിപ്പോൾ നമ്മളിപ്പോൾ എന്താണ് മലേഷ്യയിൽ പോകുന്നു, തായ്ലൻഡിൽ പോകുന്നു, ഗോവയിൽ പോകുന്നു, സൗദിയിൽ പോകുന്നു, അത്രയേ ഉള്ളൂ നമുക്ക്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ വരെ നമ്മൾ തയ്യാറായിരുന്നു. പക്ഷെ അവർക്കപ്പോൾ എന്തായി? അത് പറ്റില്ല. നീ അവിടെ വന്നാൽ നിസ്കരിക്കണം, നീ അവിടെ വന്നാൽ ഇന്നത് ചെയ്യണം, നോമ്പ് വിട്ടിട്ട് വരണം, അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോൾ ആർക്കാണ് കോയെക്സിസ്റ്റ് ചെയ്യാൻ പ്രശ്നം? കോയെക്സിസ്റ്റ് ചെയ്യാൻ പ്രശ്നം വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്കാണ് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദവും ഈ ഒരു സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അവരാണ് അത് ശീലിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ അവരെ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുക്കറിലിട്ട് 2 വിസിലടിച്ചാൽ ശരിയാവുന്ന സാധനമല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ.